ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായ 15 മലയാളികളാണ് ദമാമിലെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ലേബർ ക്യാമ്പിലുള്ളത്. തിരുവനന്തപുരത്തുള്ള സുജിത ട്രാവൽസ് വഴിയാണ് ഇവർ സൗദിയിലെത്തിയത്. 1 ലക്ഷത്തിലധികം രൂപയാണ് ഓരോരുത്തരും വിസക്കായി ചെലവാക്കിയത്. ദമാമിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ മെച്ചപ്പെട്ട ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് ഇവരെ വലയിൽ വീഴ്ത്തിയത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഇടുങ്ങിയ മുറിയിലാക്കിയ ശേഷം ഏജന്റുമാർ കടന്നു. കമ്പനി റൂം, കേരള ഫുഡ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നറിയുന്നത് ആ സാമ്പത്തുന്ന കമ്പനിയും ഈ അൻവർ ട്രേഡിംഗ് കമ്പനിയും എല്ലാം ഒന്നാണെന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ തറയിൽ അങ്ങും ഇഞ്ഞും കിടക്കുന്നു, മോളിൽ പോയി കിടക്കുന്നവരുണ്ട്. ചൂട് കാരണം മൂട്ട അടിച്ച് പിറന്നീരിടിക്കുന്നവരുണ്ട്. മാൻപവർ കമ്പനിക്ക് കീഴിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് ദുരനുഭവമുള്ള ഇവർക്ക് രക്ഷപ്പെടണമെന്ന ഒറ്റ ആഗ്രഹമേ ഇപ്പോഴുള്ളൂ. സ്വസ്ഥമായി ഒന്ന് ഇരിക്കാനോ കിടക്കാനോ അത്യാവശ്യം ഭക്ഷണമോ ഒന്നുമില്ല. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ്. ദമാമിലെ പാസ്പോർട്ട് ഔട്ട്സോഴ്സ് ഓഫീസിൽ അഭയം പ്രാപിച്ച ഇവരെ സാമൂഹിക പ്രവർത്തകർ ഏറ്റെടുക്കുകയായിരുന്നു. മീഡിയ വൺ ഇടപെട്ടതിലൂടെ താൽക്കാലിക സൗകര്യമൊരുക്കാൻ നവയുഗം സാംസ്കാരിക വേദി തയ്യാറായി. അധികൃതർ ഇനിയും കണ്ണടച്ചിരുന്നാൽ ഈ മനുഷ്യ കച്ചവടം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ നിസ്സഹായരായ ഒരു തൊഴിലാളി സമൂഹത്തിൻ്റെ ക്യാമ്പിൽ നിന്ന് മീഡിയ വൺ ടിവിക്ക് വേണ്ടി ക്യാമറ